PC ജോർജിൻ്റെ വായിൽ നിന്ന് വന്ന 2 സംഭാഷണങ്ങൾ ശരിക്കും നമ്മളെയൊക്കെ അത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും കേട്ടോ. ഇങ്ങനെ മനുഷ്യരുണ്ടോ എന്ന് നമുക്ക് അത് ഓർത്തു പോകും. അതായത് നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് അവർക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ്. അവരിപ്പോൾ അസുഖമെല്ലാം മാറി. അപ്പോൾ അവരും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജോടൊക്കെ കൂടി ഒരുപാട് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഇപ്പം നടത്തുന്നുണ്ട്. ഈ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി സ്ത്രീകൾക്ക് ചെക്കപ്പ് നടത്തുമൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിനെതിരാണ് ഇവർ പറഞ്ഞത്. ശരിക്കും PC ജോർജ് പറഞ്ഞത് അവളുടെ മുല കീറിപ്പോയെന്നും അത് റിമൂവ് ചെയ്തെന്നും അറുത്തു മാറ്റിയെന്നും ഒക്കെയാണ് പറയുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും നമ്മുടെ മുലയെ മാറിടത്തെ ഒരിക്കലും ഒരു പുരുഷനും ആരും അവമാനിക്കാൻ പാടില്ല. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ അമ്മയായി കഴിഞ്ഞു കഴിയുമ്പോൾ അവളുടെ കുട്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് പാല് കൊടുക്കുക, അമൃത് കൊടുക്കുക, അതിനുവേണ്ടി അവർ ആ കുഞ്ഞിൻ്റെ വിശപ്പകറ്റുക. ആ സമയത്ത് കുഞ്ഞുങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വിശപ്പകറ്റുക, കുഞ്ഞുങ്ങളെ അതിലൂടെ വളർത്തി ആ മുലപ്പാൽ കൊടുക്കുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ഇരട്ടി ബുദ്ധിശക്തിയും വിവേകവും അറിവും വിജ്ഞാനവും എല്ലാം കിട്ടും. മിനിമം ഒരു 3-3.5 വയസ്സ് വരെ ആ പാല് കുടിക്കണമെന്നാണ് പണ്ടുള്ള മുത്തശ്ശിമാർ പോലും പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി. പക്ഷെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സ്ത്രീകൾ തന്നെ ഇതിനെ വിൽപ്പന ചരക്കാക്കി സിനിമാ ലോകവും എല്ലാം നമ്മുടെ ഈ മാറിടത്തെ വിൽപ്പന ചരക്കാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. ശരിക്കും അതൊക്കെ കാണുമ്പോൾ എന്തിനാ ഇത് കാണിക്കുന്നത് വരെ നമുക്ക് തോന്നാറുണ്ട്. പിന്നെ ഇവരിപ്പോൾ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നതിന് മുന്നേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ചിക്കൻ തന്നെ ഒരുപാടുണ്ട്. ചിക്കൻ്റെ അമിത ഉപയോഗം ഇന്നാൾ പറഞ്ഞ ആൻറ്റിബയോട്ടിക്കിനെക്കാട്ടിലും ഭീകരമാണെന്നാണ് ICMR പറഞ്ഞത്. അത് നിരോധിക്കണം. അതുപോലെ തന്നെ ഇതിന് വരാൻ സാധ്യതയുള്ള മറ്റ് പാക്കറ്റ് ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡ്, ഇതെല്ലാം നമ്മൾ നിരോധിച്ചാൽ ഒരു പരിധി വരെ ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും.